ഭാഗവതഹംസം നൽകിയ ശങ്കരൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ ശ്രാദ്ധ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്നതായിട്ടുള്ള ജ്ഞാനയജ്ഞത്തിന്റെ സമാപന ദിവസം ഭഗവാൻ ഉദ്ധവനെ ബദ്രികാശ്രമത്തിലേക്ക് പറഞ്ഞു വിടുന്ന രംഗങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുവാൻ വേണ്ടി രാധാമണി അമ്മ എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സാദരം സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപേ കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കിനുള്ളത്തിൽ നിന്ന് വിളയാടുക സരസ്വതീ നീ. എനിക്കിന്നിവിടെ ഈ അധ്യായം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ അധ്യായത്തിനെ പറ്റിയിട്ട് വളരെ മുമ്പ് ഞാൻ സപ്താഹം കേൾക്കാൻ തുടങ്ങണ ആ സമയം തനിക്ക് ഈ സപ്താഹം എന്ന് പറഞ്ഞാൽ എന്താന്ന് തന്നെ അറിയില്ല. ഈ അക്രൂരാരാണ് ഉദ്ധവരാരാണ് എന്നൊന്നും അറിയില്ല. കുചേലനെ പറ്റി നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ കേട്ടത് കൊണ്ടിട്ട് അതറിയാം. അന്നേ ഒരാചാര്യൻ്റെ പ്രഭാഷണത്തിൽ ഈ ഉദ്ധവരെ പറ്റി കേട്ടിട്ട് വളരെയധികം അന്ന് കരഞ്ഞു പോയ നിമിഷങ്ങളുണ്ട്. അന്ന് ആ വേദിയിലുള്ള എല്ലാവരും കരഞ്ഞു പോയിട്ടുണ്ട്. അത്രയ്ക്ക് ഗംഭീരമായിട്ട് പറഞ്ഞതാണ്. അന്ന് മുതൽക്കേണ്ട് ഈ ഉദ്ധവര് ഈശ്വര എന്തൊരു ഭക്തിയുള്ളൊരു ആളാണ് ഈശ്വര എന്നിങ്ങനെ അന്ന് മുതൽക്ക് ഉദ്ധവരെന്ന് മനസ്സിൽ വിചാരിച്ച് ഇന്നിപ്പോൾ ഈ തിരുമേനി നിമിത്തമായിട്ട് ഈ ഒരു അധ്യായം എനിക്ക് കിട്ടിയതിൽ എനിക്ക് എന്താണെന്നറിയില്ല, വളരെ സന്തോഷമുണ്ട്. അതിൽ ഈ മനുകുമാരൻ തിരുമേനിയുടെ പാദങ്ങളിൽ ഞാൻ വീണ് നമസ്കരിക്കുകയാണ്. ഭാഗവതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായൊരു സ്കന്ധം തന്നെയാണ് ഏകാദശ സ്കന്ധം. അതിൽ ഏകാദശ സ്കന്ധത്തിലെ 29ാമത്തെ അധ്യായമാണെന്ന് എനിക്കിവിടെ പറയാൻ കിട്ടിയിട്ടുള്ളത്. ഭഗവാൻ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും കഥകളുടെയും രത്ന ചുരുക്കാണ് ഈ അധ്യായം. ഇതിനപ്പുറം മറ്റൊന്നില്ല. നമുക്കറിയാം, ശ്രീമദ് ഭാഗവതം ചർച്ചാരൂപത്തിലുള്ള ഒരു അവതരണമാണ് നമ്മളെ ഭാഗവതം. സൂതശൗനക സംവാദമുണ്ട്, മൈത്രേയ വിതുര സംവാദമുണ്ട്, നാരദരും യുധിഷ്ഠിരും ഉള്ള സംവാദമുണ്ട്. അങ്ങനെ നല്ല നല്ല വക്താക്കളും നല്ല നല്ല ശ്രോതാക്കളും ഉചിതമായ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉചിതമായ ഉത്തരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മളുടെ ഭാഗവതം മുന്നോട്ട് പോകുന്നത് തന്നെ. ഇതിലേറ്റവും ഉജ്ജ്വലമായ സംവാദമാണ് ഏകാദശ സ്കന്ധം. അതിൽ 29ാം അധ്യായത്തിൽ ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങൾ സമർപ്പിക്കലാണ്. ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നു ജ്ഞാനയോഗം, പൂജാവിധികൾ, ധ്യാനയോഗം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടത് ചെയ്ത് ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു വഴികളാണ് പറയുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉദ്ധവര് ഈ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ജ്ഞാനയോഗത്തിൽ പറയുന്നതൊന്നും യോഗികൾക്ക് പോലും അനുഷ്ഠിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള എളുപ്പമാർഗത്തെ പറഞ്ഞു തരണേ കൃഷ്ണ, മനുഷ്യന് വേഗത്തിൽ അനുഷ്ഠിക്കാൻ സാധിക്കുന്ന മാർഗങ്ങൾ പറഞ്ഞു തരണേ കണ്ണ എന്നാണ് ചോദിക്കുന്നത്. മനസ്സിനെ നിയന്ത്രിച്ചവർക്ക് മാത്രമേ യോഗമാർഗം സ്വീകരിക്കാൻ കഴിയൂ. അത് യോഗീശ്വരന്മാർക്ക് പോലും പറ്റണില്ല. പിന്നെ സാധാരണക്കാരൻ്റെ കാര്യം പറയാനുണ്ടോ? മായയിൽ പെട്ടു കിടക്കുന്ന
നമ്മൾ പിന്നെ എന്ത് ചെയ്യും? അങ്ങ് ആശ്രിത വത്സലനാണ്. അങ്ങയോ ചെന്താമരാക്ഷ, അവിടുത്തെ തൃപ്പാദങ്ങളെ മുറുകെ പിടിച്ച് സേവിക്കുന്നവർ എപ്പോഴും ശാന്തചിത്തരാണ്. അങ്ങയുടെ മായ അവരെ മോഹിപ്പിക്കുന്നില്ല, അതിനാൽ അവർക്ക് അധപ്പതനവുമില്ല. അന്യഭാവമില്ലാതെ ഭജിക്കുന്നവരെ ആത്മതുല്യരായി കാണുന്നത് അങ്ങയുടെ ഒരു സ്വഭാവമാണ്. ഇത് നമുക്ക് രാമാവതാരത്തിൽ കാണാം. സർവഭൗമനും സകല രാജാക്കന്മാരും ആരാധിക്കുന്ന പാദപത്മങ്ങളോടുകൂടിയ അങ്ങയുടെ മഹത്തായ രാമാവതാരത്തിൽ വാനരന്മാരുമായി സഖ്യം ചെയ്തു. ഈ കൃഷ്ണാവതാരത്തിൽ പശുക്കളെ പാലിച്ച ഭക്തരോട് സ്നേഹം തെളിയിച്ചു. ഭക്തപരിപാലനം അങ്ങയുടെ വ്രതമാണ്. ഭക്തദാസനാണ് അങ്ങ്. അതിനാൽ ആശ്രിത വത്സലനായ അങ്ങയെ ആരുപേക്ഷിക്കും? അന്യദൈവങ്ങളെ ഐശ്വര്യങ്ങൾക്കായി ഭജിച്ചാൽ, ഐശ്വര്യം ലഭിച്ചു കഴിഞ്ഞാൽ അന്തര്യാമിയായ അങ്ങയെ വിസ്മരിക്കും. സർവാത്മനും സർവസുഹൃത്തും സർവേശ്വരനും പരമദയാലുവുമായ അങ്ങയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ സിദ്ധിക്കാത്തതായി ഒന്നുമില്ല. അതിനാൽ നിന്തിരുവടിയിൽ പരമാനന്ദ ഭക്തിയുണ്ടാകാൻ ഉതകുന്ന അനുഷ്ഠാനങ്ങൾ അങ്ങ് പറഞ്ഞു തരണം. ഭക്തി പാരവശ്യത്താൽ ഗദ്ഗദകണ്ഠനായ ഉദ്ധവരുടെ ചോദ്യം കേട്ട് സർവേശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവരിൽ കാരുണ്യ കടാക്ഷം വർഷിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ അരുളി ചെയ്തു: ഭക്തിയോഗത്തിലെ ഏറ്റവും മുഖ്യമായ അനുഷ്ഠാനങ്ങളെ ഞാൻ പറഞ്ഞു തരാം. എന്നെ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യാം. സർവഭൂതങ്ങളിൽ ഭഗവാനാണെന്ന് മനസ്സിൽ ഉറപ്പാടില്ല. വലിയവൻ ചെറിയവൻ എന്ന ഭേദമില്ലാതെ വളരെ സന്തോഷത്തോടെയും ഭക്തിയോടെയും കർമ്മം ആചരിക്കാം. സമചിത്തതയോടെ കർമ്മങ്ങൾ ചെയ്യാം. സർവം ബ്രഹ്മമയം എന്ന ബോധ്യത്തോടു കൂടി ജീവിക്കാം. ജ്ഞാനത്തിന്റെ ലക്ഷണം തന്നെ സമഭാവനയാണ്. ഇത് സമദൃഷ്ടിയുള്ളവനാണ് പണ്ഡിതൻ. ബ്രാഹ്മണൻ, ചണ്ടാളൻ, മൂഢൻ, ക്രൂരൻ എന്നിങ്ങനെ എല്ലാവരോടും സമദൃഷ്ടിയുള്ളവരാണ് പണ്ഡിതർ. ജീവിതത്തിൽ ഈ മനോഭാവം വെച്ചു പുലർത്താൻ പ്രയാസമാണ്. സകലയിലും ഒരുപോലെ ഭഗവത് ഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള പോംവഴി. അധർമ്മത്തോടുകൂടി ജീവിക്കുന്നവർക്ക് ഒരിക്കലും ഭഗവാനിലെത്താൻ കഴിയില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് ഭക്തിയോടെ കർമ്മങ്ങളെ ആചരിച്ചാൽ ജനന മരണ ദുഃഖങ്ങളെ മറികടക്കാം. എൻ്റെ ഭക്തരായ സജ്ജനങ്ങൾ താമസിക്കുന്ന പുണ്യദേശങ്ങളിൽ വസിക്കണം. പുണ്യകാലങ്ങളിൽ ചെയ്യുന്ന ഭജനകൾ, സത്സംഗങ്ങൾ, ഉത്സവങ്ങൾ, സംഗീതം, നൃത്തം ഇതൊക്കെ ഭക്തിയോടെ ഭഗവത് പ്രീതിക്കായി ചെയ്യണം. എൻ്റെ ഭക്തൻ അകത്തും പുറത്തും ആകാശം പോലെ നിറഞ്ഞ ഒന്നിനോടും ചേർച്ചയില്ലാതെ ഇരിക്കുന്നു എന്ന് ശുദ്ധ ചിത്തത്തിൽ അറിയണം. ക്ഷേത്രങ്ങൾ നിർമ്മിച്ച പൂജകൾ ചെയ്യണം. എല്ലാവരെയും ആദരിക്കണം. ഭക്തന്മാരെ നമസ്കരിക്കണം. സ്പർദ്ധ, അസൂയ, അഹങ്കാരം, നിന്ദ, ക്രൂരത, മനോദോഷങ്ങൾ തീർന്ന് സമഭാവന ഉറച്ചു കിട്ടാൻ ശ്രമിക്കണം. എല്ലാറ്റിലും ഈശ്വരനെ കാണണം. ജ്ഞാനത്തിൻ്റെ ലക്ഷണം സമഭാവനയാണ്. ചണ്ടാളൻ, കള്ളൻ, തീപ്പൊരി, ശാന്ത സ്വഭാവമുള്ളവൻ, സൂര്യപ്രകാശ് എന്നിവയിലെല്ലാം ഞാൻ വസിക്കുന്നു എന്ന സമദർശനം ആർക്കുണ്ടോ അവനാണ് പണ്ഡിതൻ എന്നാണ് എൻ്റെ നിശ്ചയം. ഉദ്ധവർക്ക് ഉപദേശിച്ച ഈ ഉപദേശം ആര് കേട്ടാലും അവർക്ക് ഭക്തി, ജ്ഞാന, വൈരാഗ്യം പൂർണ്ണമായി സിദ്ധിച്ച മുക്തനായിത്തീരും. ദേവന്മാർക്ക് പോലും മനസ്സിലാക്കാൻ പ്രയാസമുള്ള വേദാന്ത സിദ്ധാന്ത സാരം ചുരുക്കത്തിൽ ഞാൻ നിനക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഇത് ശരിയായിട്ട് മനസ്സിലാക്കുന്നവർ
സർവ സന്ദേഹങ്ങളും തീർന്നവനായിരിക്കും. എൻ്റെ ഭക്തന്മാർ ഈ ഉപദേശത്തിൻ്റെ സാരത്തെ മുഴുവനായി പറഞ്ഞു കൊടുക്കുന്നവന് ഞാൻ എൻ്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തി കൊടുക്കും. പരമാർത്ഥ സ്വരൂപത്തെ അറിയാനുള്ള ദിവ്യശക്തി ഞാൻ അവന് നൽകും. വിനയമില്ലാത്തവര്, ലോകത്തെ വഞ്ചിക്കുന്നവര്, കേൾക്കണമെന്ന് ആഗ്രഹമില്ലാത്തവര്, ധർമ്മിഷ്ഠൻ എന്നുള്ള ഭാവം നടിച്ച് നടക്കുന്നവരോട്, ഭക്തിയില്ലാത്തവരോട്, ഇവർക്കൊന്നും ഈ ഉപദേശം ഉപദേശിക്കാൻ പാടില്ല. അധർമ്മം. പിന്നെ പരോപകാരത്തിൽ താല്പര്യമുള്ളവര്, ഭക്തിയുള്ള ശൂദ്രരോട്, ഭക്തിയും അന്ധകരണ ശുദ്ധിയുമുള്ളവരോട്, സ്ത്രീകളോട് എല്ലാം നീ ഈ ധർമ്മം ഉപദേശിക്കണം. എല്ലാ യോഗങ്ങളുടെയും സ്വരൂപം ധരിച്ച ഉദ്ധവർ കണ്ഠം ഇടറി ഒന്നും മിണ്ടാൻ കഴിയാതെ കൈ രണ്ടും തലയിൽ വെച്ച് കണ്ണീരൊഴുക്കി നിന്നു. പ്രിയ സുഹൃത്തേ, എൻ്റെ ഉദ്ധവ, ഇനി വല്ലതും നിനക്ക് കേൾക്കാനുണ്ടോ? ഉദ്ധവന് കൃതാർത്ഥത വരുന്നതുവരെ ഞാൻ ഉപദേശിക്കാൻ തയ്യാറാണ്. ഭഗവാന്റെ കൃപാപാത്രമായി തീർന്ന ഉദ്ധവൻ സ്നേഹപാരവശ്യത്താൽ മനസ്സിനെ ഒരുവിധം പണിപ്പെട്ട് പിടിച്ചു നിർത്തിയ ശേഷം എൻ്റെ ജന്മം സഫലമായി, അറിയേണ്ടത് ഞാൻ അറിഞ്ഞു എന്ന തൃപ്തിയോടെ ആ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു പറഞ്ഞു, അല്ലയോ കരുണാമൂർത്തേ, അടിയന്റെ അജ്ഞാനം അങ്ങ് നശിപ്പിച്ചു തന്നു. മായ കൊണ്ട് മൂടപ്പെട്ട അങ്ങയുടെ സ്വരൂപത്തെ അങ്ങ് പ്രകാശിപ്പിച്ചു തന്നു. ഈ വിളക്ക് ഇനി അണയില്ല. ഭഗവാനെ, ഞാനിനി എന്തു ചെയ്യണമെന്ന് ആജ്ഞാപിക്കണേ. നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാ ത്വച്ഛരണാംഭോജേ രതിസ്യാദനപായിനി. നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം തഥാ ത്വച്ഛരണാംഭോജേ രതിസ്യാദനപായിനി. മഹത്തായ ഈ ഉപകാരം ചെയ്തുവെങ്കിലും എനിക്ക് അല്പമാത്രം കൂടി പ്രാർത്ഥനയുണ്ട്. അങ്ങയെക്കുറിച്ചുള്ള പരമസ്നേഹം മുക്താവസ്ഥയിൽ കൂടി നശിക്കാതിരിക്കത്തക്ക വിധം അങ്ങ് ശിഷ്യനായി എന്നെ അനുഗ്രഹിക്കണം. അതുമാത്രമേ ഉദ്ധവർ ആഗ്രഹിച്ചിട്ടുള്ളൂ. നശിക്കാതിരിക്കാൻ ഈ ശിഷ്യനെ അനുഗ്രഹിക്കണേ. ഇത് കേട്ട ഭഗവാൻ പറഞ്ഞു, ലോക അനുഗ്രഹത്തിനായി ഉദ്ധവ ബദരികാശ്രമത്തിലേക്ക് പോകൂ. നമ്മൾ തമ്മിൽ ഉദ്ധവ ഒരു വ്യത്യാസവുമില്ല. അങ്ങയുടെ ഉള്ളിലും പുറത്തും ഞാൻ ഇരിക്കുന്നു. ഇതിനു മുമ്പ് ശരിയായ ഭക്തി എന്തെന്നറിയാൻ ഗോപികമാർക്ക് ഒരു സന്ദേശവുമായി അയച്ചിരുന്നു. അവരുടെ ഭക്തിക്ക് മുമ്പിൽ ഉദ്ധവൻ അത്ഭുത സ്തബ്ധനായി അവരെ നമസ്കരിച്ചു. ഇപ്പോൾ ഇതാ എന്നെ ബദരിയിലേക്ക് പോകാൻ നിർദ്ദേശിക്കുന്നു. അവിടെ എൻ്റെ പാദതീർത്ഥം ധരിച്ച് ഗംഗ എന്ന അളകനന്ദയിൽ കുളിച്ച് ഫലമൂലാദികൾ ഭക്ഷിച്ച് ജടാവൽക്കലം ധരിച്ച് എന്നെ ഭജിക്കൂ. അഹം മമ എന്ന ദേഹഭാവനയും അതുമൂലമുള്ള ഭേദബുദ്ധിയും നശിച്ചവനായി അങ്ങ് എന്നിൽ തന്നെ എത്തിച്ചേരും. 114 വർഷം കൂടെ നടന്ന് ഭഗവാൻ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചും ഭഗവാന്റെ ഉച്ഛിഷ്ടം കഴിച്ചും ഭഗവാന്റെ ആടയാഭരണങ്ങൾ അണിഞ്ഞും നടന്ന, ഭഗവാന്റെ നിഴലായി തന്നെ നടന്ന ഉദ്ധവൻ ഈ ബ്രഹ്മസ്വരൂപത്തെ പിരിയുമ്പോൾ പ്രേമനിമിത്തം ആ പാദങ്ങളിൽ വീണ കണ്ണുനീരുകൊണ്ട് ആ പാദങ്ങളിൽ അഭിഷേകം ചെയ്തു ഭഗവാനെ വീണ്ടും പ്രദക്ഷിണം ചെയ്തു. സങ്കടം സഹിക്കാനേ കഴിയുന്നില്ല ഉദ്ധവന്. പിരിഞ്ഞു പോകാൻ ശക്തിയില്ലാതെയുള്ള ഉദ്ധവൻ
പിന്നെയും പിന്നെയും പ്രദക്ഷിണം വെച്ചും തിരിഞ്ഞും മറിഞ്ഞും ചെയ്യുന്നത് കണ്ട് ഭഗവാന് മനസ്സിലായി, ഇങ്ങനെയായാൽ ഉദ്ധവർ ഇവിടെ നിന്ന് പോവില്ല എന്നെ വിട്ട്. പിന്നെ നമസ്കരിച്ചപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു? മെതിയടി അവിടെ ഊരി വെച്ചു. ഇതൊരു പ്രസാദമായി സ്വീകരിച്ച് ഉദ്ധവർ ആ മെതിയടി എടുത്ത് ശിരസിൽ വെച്ച് പിന്നിലേക്ക് പ്രസാദമായി ആ മെതിയടി ശിരസിൽ വെച്ച് ഉദ്ധവൻ ഭഗവാനെ വീണ്ടും വീണ്ടും പ്രദക്ഷിണം വെച്ച് ആ ഭഗവത് സ്വരൂപത്തെ മനസ്സിൽ ഉറപ്പിച്ച് ഭഗവൻ നാമങ്ങളുമായി പ്രേമവിവശനും കൃതാർത്ഥനുമായി ബദരിയിലേക്ക് യാത്രയായി. ഇന്നും ബദരിനാഥ് ക്ഷേത്രത്തിൽ ഉദ്ധവന്റെ വിഗ്രഹം വെച്ച് പൂജ നടക്കുന്നുണ്ടത്രേ. സകല യോഗീശ്വരന്മാരും പൂജിക്കപ്പെടുന്ന ഈ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രിയനും സ്വഭക്തനുമായ ഉദ്ധവനുപദേശിച്ച ഈ ആത്മജ്ഞാനമാകുന്ന അമൃതം ശ്രദ്ധയോടെ സേവിക്കുന്ന ആളുകൾക്ക് മുക്തി പ്രാപിക്കും. ഇതാണ് ഫലശ്രുതി. അനുഗ്രഹിക്കണേ ഭഗവാനെ, വേറെ ഒരു അനുഗ്രഹവും എനിക്ക് വേണ്ട ഭഗവാനെ എന്നാണ് ഉദ്ധവർ പറയണത്. അതുകൊണ്ട് അത് തന്നെ നമ്മളും പ്രാർത്ഥിക്കാം. തതസ്തമന്തർഹൃദി സന്നിവേശ്യ ഗതോ മഹാഭാഗവതോ വിശാലം യഥോപദിഷ്ടാം ജഗദേകബന്ധുനാ തപസ്സമസ്തായ ഹരേരഗാദ്ഗതിം യ ഏതദാനന്ദസമുദ്രസംഭൃതം ജ്ഞാനാമൃതം ഭാഗവതായ ഭാഷിതം കൃഷ്ണേന യോഗേശ്വരസേവിതാഘ്രിണാ സശ്രദ്ധയാ സേവ്യജത് വിമുച്യത്തെ ഭവഭയവഹന്തും ജ്ഞാനവിജ്ഞാനസാരം നിഗമകൃതുപജഹ്രേ ഭൃംഗവത് വേദസാരം അമൃതമുദധിഷ്ഠായത് ഭൃത്യവർഗാൻ പുരുഷമൃഗമാദ്യം കൃഷ്ണസജ്ഞം നതോസ്മി. സകല യോഗീശ്വരന്മാരും ആ പാദത്തെ ഭജിക്കുന്നുവോ ആ ഭഗവാൻ ശ്രീകൃഷ്ണ സ്വഭക്തനായ ഉദ്ധവർക്ക് ഉപദേശിച്ച ഭാഗവത ധർമ്മമാകുന്ന സമുദ്രത്തിലെ സാരത്തെ കടഞ്ഞെടുത്തതുമായ ഈ ആത്മജ്ഞാനമാകുന്ന അമൃതം ആര് ശ്രദ്ധയോടുകൂടി ആസ്വദിക്കുന്നുവോ അവർ മുക്തി പ്രാപിക്കും എന്ന് തന്നെയല്ല, അവരോടുള്ള ചേർച്ച സിദ്ധിക്കുന്നവർക്കും കൂടി സങ്കട സമുദ്രത്തിൽ നിന്നും കരയണയാം. വേദമാകുന്ന സമുദ്രത്തെ വിചാരം കൊണ്ട് കടഞ്ഞ ജരാമരണ ബാധകളെ തടുക്കുന്നതായ ജ്ഞാനവിജ്ഞാന സാരം ആയിരിക്കുന്ന അറിവാകുന്ന അമൃതത്തെയും പാൽക്കടൽ കടഞ്ഞെടുത്ത് വെണ്ണയാകുന്ന അമൃതത്തെയും പുഷ്പങ്ങളിൽ നിന്നും മകരന്തത്തെ വണ്ടെന്ന പോലെ വേറെയെടുത്ത് ഭൃത്യന്മാർക്ക് പാനം ചെയ്യാൻ കൊടുത്ത ആദിപുരുഷനും അഖില ലോകശ്രേഷ്ഠനുമായ ശ്രീകൃഷ്ണനെ ഞാൻ നമസ്കരിക്കുന്നു. ശരീരപീഠ പരിഹരിക്കാൻ ദേവന്മാർക്ക് ക്ഷീരസമുദ്രം കടഞ്ഞെടുത്ത അമൃതത്തെയും സംസാര ക്ലേശത്തെ വേരോടെ മുറിച്ചു കളയാൻ സമർത്ഥമായ വേദാന്ത സമുദ്രം കടഞ്ഞെടുത്ത് ജ്ഞാനാമൃതത്തെ ഭക്തോത്തമനായ ഉദ്ധവനും നൽകിയ ഭഗവാനെ സേവിക്കുന്ന ഭക്തന്മാർക്ക് പിന്നെ ശരീരക്ലേശവും സംസാരക്ലേശവും ഉണ്ടാകുകയില്ലെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഇനി ഇതിലെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പിന്നെ തിരുമേനി തന്നെ പറഞ്ഞു തരണം. ആചാര്യൻ്റെയും ഗുരുക്കന്മാരുടെയും മനുതിരുമേനിയുടെയും എല്ലാം പാദങ്ങളിൽ സാഷ്ടാംഗം പറഞ്ഞുകൊണ്ട് ഞാനിത് ഉപസംഹരിക്കുന്നു. നമസ്തേ തിരുമേനി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എന്തായാലും വളരെ സന്തോഷം. ആ ഭഗവാന്റെ
ഉപദേശങ്ങൾ പൂർത്തിയാക്കി ഉദ്ധവനെ പറഞ്ഞുവിടുന്ന രംഗങ്ങളെയൊക്കെ എല്ലാം കൊണ്ടും ഭക്തി രസത്തോടു കൂടി തന്നെ നമുക്ക് അത് അവതരിപ്പിച്ച് തന്നു. അമ്മയ്ക്ക് ഇനിയും ധാരാളം സത്സംഗങ്ങളിലും അതുപോലെ സൽക്കർമ്മങ്ങളും ഒക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ഗുരുവായൂരപ്പൻ നൽകട്ടെ എന്ന് ഈ ഭാഗവത കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന് ആ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.